ഹായ് ഫ്രണ്ട്സ്, അർച്ചന ചേച്ചി LLB സീരിയലിന്റെ ഏറ്റവും പുതിയ അടിപൊളി വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ അർച്ചന ദീപ്തിയോട് തന്റെ ആശങ്കകൾ പങ്കുവയ്ക്കാൻ തുടങ്ങി. എന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു നല്ല കാലം വന്നാൽ തൊട്ടു പിന്നാലെ ഒരു കരിനിഴൽ പോലെ മോശം സമയവും വരാറുണ്ട് എന്നിങ്ങനെ അർച്ചന നെടുവീർപ്പോടെ പറഞ്ഞു. ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച് LLB പാസ്സായ സന്തോഷമുള്ള ദിവസമായിരുന്നു അത്. അതേ ദിവസം തന്നെയായിരുന്നു ചിന്നു എല്ലാ വിഷയങ്ങൾക്കും A+ വാങ്ങി +2 വിജയിച്ചതും. പക്ഷേ ആ വലിയ സന്തോഷം അധിക നേരം നീണ്ടു നിന്നില്ല. പെട്ടെന്നാണ് കുഞ്ഞിനെ വേണമെന്ന ആവശ്യവുമായി വിജയശങ്കർ കോടതിയിൽ കേസ് ഫയൽ ചെയ്തത്. അർച്ചന അങ്ങനെ ഈ വിഷമതകളെല്ലാം പറയുമ്പോഴും ദീപ്തി അർച്ചനയെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അർച്ചനെ, അതൊക്കെ കഴിഞ്ഞു പോയ പഴങ്കഥകളല്ലേ, ഇനി നീ അതോർത്ത് വിഷമിക്കണ്ട. ഇനി അങ്ങോട്ട് നീ നോക്കിക്കോ, നിന്നെ തേടി വരാൻ പോകുന്നത് നല്ല കാലം മാത്രമായിരിക്കും. അതുകൊണ്ട് പോസിറ്റീവായിട്ട് ചിന്തിക്കൂ. അത് കേട്ട് അർച്ചനയും പറയുന്നുണ്ട്, ശരിയാണ് ദീപ്തി, പിന്നെ മനസ്സിനൊരു സുഖം കിട്ടാൻ വേണ്ടി ഞാനിപ്പോൾ അമ്പലത്തിലേക്ക് പോവുകയാണ്. കൂടെ അച്ചുവിനെയും കൂട്ടുന്നുണ്ട്. അവന്റെ സസ്പെൻഷൻ ഓർഡർ പിൻവലിച്ച വിവരം അറിഞ്ഞില്ലേ, അതുകൊണ്ട് അമ്പലത്തിൽ പോയി അവന്റെ തലയിൽ നാണയം ഒഴിഞ്ഞു വെച്ച് പ്രാർത്ഥിക്കണം. അപ്പൊ ദീപ്തിയും പറയുന്നുണ്ട്, തീർച്ചയായും നിങ്ങൾ പോയി തൊഴുത് സങ്കടങ്ങളെല്ലാം ദൈവത്തോട് പറഞ്ഞു വരൂ. അതേസമയം കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയതിന്റെ സങ്കടത്തില് ചന്ദ്ര വീടിന്റെ ഉമ്മറത്തോടെ കലിതുള്ളി നടക്കുകയാണ്. ഇതെന്തൊരു വിധിയാണ്, നമ്മൾ വിചാരിക്കുന്ന ഒന്നും നടക്കുന്നില്ലല്ലോ എന്നിങ്ങനെ അവളെ സ്വയം പെറുവിർത്തു. നമ്മളാണെങ്കിൽ അർച്ചനയെ തകർക്കാൻ വേണ്ടി ഓരോ കെണികൾ ഒരുങ്ങുന്നു. പക്ഷെ അവസാനം 8ന്റെ പണി തിരിച്ചു കിട്ടുന്നത് നമുക്ക് തന്നെയാണ്. ഇപ്പതാ അച്ചുവിന്റെ ജോലിയിലെ പ്രശ്നങ്ങളെല്ലാം ഭംഗിയായി പരിഹരിക്കപ്പെട്ടിരിക്കുന്നു. അവന്റെ സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞെന്ന് മാത്രമല്ല, ജോലിയിൽ പ്രവേശിക്കാനും ഉത്തരവായി. അതും പോരാഞ്ഞ് സസ്പെൻഷനിലായിരുന്ന കാലയളവിലെ മുഴുവൻ ശമ്പളത്തോടും കൂടിയാണ് അവനെ തിരിച്ചെടുക്കുന്നത്. ഇനിയിപ്പോ ഓഫീസിലുള്ളവർക്കെല്ലാം അവൻ വലിയ ഹീറോയാകും. നമുക്ക് മാത്രം എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇനിയിപ്പോ ആ ശില്പയെ കേസുകളിൽ നിന്ന് രക്ഷിച്ചെടുക്കാൻ വലിയ തുകയും ആവശ്യമായിട്ട് വരും. അവൾക്ക് കൊടുക്കാൻ പണം കണ്ടെത്താൻ നാം പാടുപെടുമ്പോ അവരവിടെ സന്തോഷിക്കുന്നു. ഇങ്ങനെയെല്ലാം ചന്ദ്ര ദേഷ്യത്തോടെയും അസൂയയോടെയും പറഞ്ഞപ്പോ ഇതെല്ലാം കേട്ടുകൊണ്ട് അവിടെ നിൽക്കുന്ന വിജയശങ്കർ ചന്ദ്രയെ ശാന്തയാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ചന്ദ്രയെ, നീ ഇത് കണ്ടിങ്ങനെ ഭ്രാന്ത് പിടിക്കാതെ ഒന്ന് അടങ്ങ്. ഇതൊക്കെ നിയമപരമായ വെറും പ്രൊസീജിയേഴ്സ് മാത്രമാണ്. ഒരാൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് തെളിഞ്ഞാൽ സസ്പെൻഷൻ പിൻവലിക്കുന്നത് സ്വാഭാവികമാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആ കാലയളവിലെ ശമ്പളം കൊടുക്കുക എന്നുള്ളതും നിയമമാണ്. ഇതൊന്നും ഈ ലോകത്ത് ആദ്യമായി നടക്കുന്ന കാര്യമല്ലല്ലോ. ഇങ്ങനെയെല്ലാം വിജയശങ്കർ തണുത്ത ചിരിയോടെ ചന്ദ്രയെ നോക്കി പറഞ്ഞു. പക്ഷേ ചന്ദ്രയ്ക്ക് ആശ്വസിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ നോക്കിക്കോ, അർച്ചന ആ വീട്ടിൽ നിന്ന് കരയാനുള്ള ഒരു 8ന്റെ പ്ലാൻ ഞാൻ അണിയറയിൽ തയ്യാറാക്കുന്നുണ്ട്. നിങ്ങൾ എന്റെ കൂടെ ഉറച്ചു നിന്നാൽ മതി. ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം. അതേസമയം പുലർച്ചെ തന്നെ അച്ചു അമ്പലത്തിൽ പോകാനായി പുതിയ വസ്ത്രങ്ങളെല്ലാം അണിഞ്ഞ് റെഡിയായി ഉമ്മറത്തേക്ക് വന്നതേ ഉള്ളൂ. ആ സമയത്താണ് ഒട്ടും പ്രതീക്ഷിക്കാതെ രുക്കു അങ്ങോട്ട് കയറി വന്നത്. ആഹാ, കാലത്ത് തന്നെ അണിഞ്ഞൊരുങ്ങി നീ ഇത് എങ്ങോട്ടുള്ള പുറപ്പാടാണ് എന്ന് രുക്കു അവനെ തടഞ്ഞു നിർത്തി ചോദിച്ചപ്പോ, അമ്പലത്തിൽ പോകാൻ ഇറങ്ങിയതാ. ഇന്ന് എന്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു കാര്യം നടന്ന ദിവസമല്ലേ, ദൈവത്തിന് നന്ദി പറയാൻ ഞാൻ അമ്പലത്തിലേക്ക് പോവുകയാണെന്ന് അച്ചു സന്തോഷത്തോടെ പറഞ്ഞു. എന്നാൽ താനും കൂടെ അമ്പലത്തിലേക്ക് ഉണ്ടെന്ന് രുക്ക് പറഞ്ഞപ്പോ അച്ചു പറയുകയാണ്, ഇന്ന് ഞാനും ചേച്ചിയും കൂടെയാണ് അമ്പലത്തിലേക്ക് പോകുന്നത്. അതുകൊണ്ട് നീ ഒരു ഓട്ടോ പിടിച്ച് അങ്ങോട്ട് വന്നോളാൻ. അച്ചുവിന്റെ ആ മറുപടി കേട്ടതും രുക്കുവിന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു തൊടുത്തു. ഇതാദ്യമായിട്ടല്ലേ ഞാൻ നിങ്ങളോട് ഒരു കാര്യം ആവശ്യപ്പെടുന്നത്? അത് മറക്കരുത്. ഞാനല്ലേ നിങ്ങളുടെ ഭാര്യ. എങ്ങനെയെങ്കിലും ആ അർച്ചന ചേച്ചിയെ ഒഴിവാക്കാൻ നോക്ക്. ചേച്ചി ചെറിയ കുഞ്ഞൊന്നുമല്ലല്ലോ, ഒരു ഓട്ടോ പിടിച്ച് അങ്ങോട്ട് വന്നോളൂ. എന്നാൽ രുക്കുവിന്റെ ഈ അനാവശ്യമായ വാശി കണ്ട് അച്ചുവിന് ദേഷ്യം വരാൻ തുടങ്ങി. രുക്കു വീണ്ടും പറയുകയാണ്, എന്നെ കൊണ്ടുപോകാൻ നിനക്ക് എന്തെങ്കിലും മടിയുണ്ടെങ്കിൽ അതിപ്പോ തന്നെ തുറന്നു പറഞ്ഞേക്കണം. ഇനി മേലാൽ എന്നെ ഒന്ന് കൂടെ കൂട്ടാൻ വിളിച്ചാൽ ഞാൻ വരില്ല, അത് ഓർത്തു വെച്ചോ. രുക്കുവിന്റെ ഈ ഭാവമാറ്റവും ബഹളവും കണ്ടപ്പോൾ അച്ചുവിന് പിന്നെ ഒടുവിൽ സമ്മതിക്കേണ്ടി വരികയാണ്. ശരി, നീ ഇനി കൂടുതൽ സംസാരിച്ച് സമയം കളയാതെ ബൈക്കിൽ കയറിക്കോ എന്ന് അവൻ ദേഷ്യത്തോടെ പറയുന്നു. അങ്ങനെ അവർ യാത്ര തിരിക്കാൻ നേരം അർച്ചന കൃത്യസമയത്ത് അങ്ങോട്ടേക്ക് നടന്നു വരുന്നുണ്ടായിരുന്നു. പക്ഷെ അവർ രണ്ടുപേരും ഒരുമിച്ച് പോകുന്ന കണ്ടപ്പോൾ അർച്ചനയുടെ ഉള്ളിൽ ഒരു സങ്കടം വന്ന് നിറഞ്ഞെങ്കിലും അവൾ അത് പുറത്തു കാണിച്ചില്ല. ആ സമയത്താണ് മഞ്ജു അങ്ങോട്ട് വന്നത്. മഞ്ജു പറയുന്നുണ്ട് അച്ചുവിനെ പറ്റി. എന്നാലും ഈ അച്ചു എന്തൊക്കെയാ ചെയ്യുന്നത്? അല്ലെങ്കിൽ തന്നെ ആ രുക്കുവിന്റെ തലയ്ക്ക് സ്ഥിരതയില്ലെന്ന് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. നിങ്ങൾ രണ്ടുപേരും പോകാൻ തീരുമാനിച്ച അമ്പലത്തിലേക്കാണ് അവൾ അച്ചുവിനെ തട്ടിയെടുത്ത് കൊണ്ടുപോയത്. ചേച്ചിക്ക് ഇതിൽ നല്ല വിഷമമുണ്ടെന്ന് എനിക്ക് മനസ്സിലാകും. പക്ഷെ ചേച്ചി വിഷമിക്കണ്ട. നല്ല മനസ്സുള്ളവർ വീട്ടിലിരുന്ന് ഒരു തിരി കത്തിച്ച് പ്രാർത്ഥിച്ചാലും ആ വിളി ഈശ്വരൻ കേൾക്കും. ഇത്രയും പറഞ്ഞ് അർച്ചനയെ ഒന്ന് കളിയാക്കിയ മട്ടിൽ മഞ്ജു അകത്തേക്ക് നടന്നുപോയി. എന്നാൽ അർച്ചനയ്ക്ക് യാതൊരു പരിഭവമില്ലാതെ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്റെ കണ്ണീരൊന്നും സാരമില്ല ഈശ്വര, എന്റെ അച്ചുവിന് നല്ലത് മാത്രം വരുത്തണേ എന്ന് പറഞ്ഞ് അർച്ചന കൈകൂപ്പി. പിന്നീട് അമ്പലത്തിലേക്കുള്ള യാത്രാമധ്യേ രുക്കു അച്ചുവിനോട് പല കാര്യങ്ങളും ചോദിക്കുന്നുണ്ടായിരുന്നു. അല്ല, പ്രാർത്ഥിക്കാനുള്ള തിരിയൊക്കെ വാങ്ങിയിരുന്നു, എന്തുകൊണ്ടാണ് ഒരു താമരപ്പൂ മേടിക്കാതിരുന്നതെന്ന് അവൾ ചോദിച്ചപ്പോൾ അതൊന്നും ഇപ്പോൾ ആ കടകളിലില്ല, ഇനി പൂക്കട തപ്പി നടക്കാനുള്ള സമയവുമില്ല എന്നിങ്ങനെ അച്ചു താല്പര്യമില്ലാതെ മറുപടി നൽകി. ഓ, തന്റെ മുഖത്ത് യാതൊരു തെളിച്ചവുമില്ലല്ലോ, കൂടെ അർച്ചന ചേച്ചിയെ കൂട്ടാത്തതിന്റെ സങ്കടമായിരിക്കുമല്ലേ എന്ന് രുക്കുവും കുത്തിപ്പൊക്കി ചോദിക്കുന്നു. രുക്കുവിന്റെ ആ ചോദ്യങ്ങൾ കേട്ട് അച്ചുവിന് മടുത്തു. നീ ഇനി അതും ഇതും പറഞ്ഞ് എന്റെ മൂഡ് കളയാതെ വാ, നമുക്ക് വേഗം അമ്പലത്തിലേക്ക് പോകാം. കൃത്യമായി ആ സമയത്താണ് രുക്കുവിന്റെ ഫോണിലേക്ക് ചന്ദ്രയുടെ വിളി വരുന്നത്. ഫോൺ സ്ക്രീനിൽ ചന്ദ്രയുടെ പേര് കണ്ടതും അവൾ പെട്ടെന്ന് പരിഭ്രാന്തിയോടെ കള്ളം പറയാൻ തുടങ്ങി.
അയ്യോ ഇതാരാണ് ഈ സമയത്ത് വിളിക്കുന്നത്, ഞാൻ എന്താണെന്നൊന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് അവള് ബൈക്ക് നിർത്തിച്ച് മാറി നിന്നു. ചന്ദ്ര ചേച്ചി, എന്താണ് ഈ സമയത്ത് ഒരു കാര്യം? പിന്നെ അച്ചു തൊട്ടടുത്ത് തന്നെയുണ്ട്, എനിക്ക് അധികം സംസാരിക്കാൻ കഴിയില്ല. ഇങ്ങനെ രുക്കു ശബ്ദം താഴ്ത്തി പറഞ്ഞപ്പോ, ഓ അതാണോ കാര്യം, എനിക്ക് നിന്നെ വളരെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം രുക്കു, ഇപ്പൊ തന്നെ കാണണം, നീ വേഗം ഇങ്ങോട്ട് വാന്ന് ചന്ദ്ര ആജ്ഞാപിക്കുകയാണ്. ഞാനിപ്പോ അമ്പലത്തിലേക്ക് പോവുകയാണ്, കൂടെ അച്ചുവും ഉണ്ടെന്ന് രുക്കു പറഞ്ഞെങ്കിൽ പോലും അതൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കാനും നീ വിചാരിച്ചാൽ എന്തെങ്കിലും ഒരു കള്ളത്തരം പറയാൻ കഴിയില്ലേ എന്നും ചന്ദ്ര ചോദിക്കുന്നു. രുക്കു അറിയിക്കുന്നുണ്ട് അർച്ചന ചേച്ചിയെ കൂടെ കൂട്ടാത്തതിൽ അവന് നല്ല വിഷമത്തിലാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കൂടെ ഒഴിവായാൽ അവന് ഉറപ്പായും സംശയമാകും. അങ്ങനെ പറഞ്ഞ് തൻ്റെ ബുദ്ധിമുട്ടുകൾ അറിയിക്കുന്നുണ്ടെങ്കിലും നീ ഞാൻ പറയുന്നൊന്ന് കേൾക്ക്, ഇത് നിനക്ക് കൂടെ വലിയ ഗുണമുള്ള കാര്യമാണ്. നീ വേഗം വരാൻ നോക്ക്, ഞാൻ ലൊക്കേഷൻ അയച്ചു തരാം, പ്ലീസ് ഒന്ന് വരാൻ നോക്കെന്ന് പറഞ്ഞ ചന്ദ്ര കെഞ്ചുകയാണ്. ശരി ശരി, ഞാൻ എങ്ങനെയെങ്കിലും വരാൻ നോക്കാമെന്ന് പറഞ്ഞ് രുക്കു സമ്മതിച്ചു. നീ വരണം, വന്നാലേ നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. ഇതൊരു പുതിയ പ്ലാനാണ്, നമുക്കിത് ഒരുമിച്ച് വർക്കൗട്ട് ആക്കണം എന്ന് പറഞ്ഞ് ചന്ദ്ര കോള് കട്ട് ചെയ്തു. ഫോൺ വെച്ചതിന് ശേഷം രുക്കു മുഖത്ത് കപടമായ വേദന വരുത്തിക്കൊണ്ട് അച്ചുവിൻ്റെ അടുത്തേക്ക് നടന്നു നിന്നു. അച്ചു, എനിക്ക് ഭയങ്കരമായ തലവേദന എടുക്കുന്നു, മൈഗ്രെയിൻ ആണെന്നാ തോന്നുന്നത്, ദേ ഈ സൂര്യപ്രകാശം അടിക്കുമ്പോൾ കണ്ണ് തുറക്കാൻ പോലും വയ്യ എന്ന് രുക്കു അഭിനയിക്കുന്നു. അതുകൊണ്ട് ഞാനിപ്പോൾ അമ്പലത്തിലേക്ക് വരുന്നില്ല, നീ ഒരു കാര്യം ചെയ്യ, നേരെ വീട്ടിൽ പോയി അർച്ചന ചേച്ചിയെ വിളിച്ച് അമ്പലത്തിലേക്ക് പോയിക്കോ. ഏതായാലും രുക്കുവിന്റെ ഈ മാറ്റം കണ്ട് അച്ചുവിന് കടുത്ത ദേഷ്യമാണ് വന്നത്. നിനക്ക് തോന്നുമ്പോൾ കൂടെ വരാനും തോന്നുമ്പോൾ തട്ടിക്കളിക്കാനും പാകത്തുള്ള ഒരു പാവയല്ല എന്റെ ചേച്ചി. അങ്ങനെ പറഞ്ഞ് അച്ചു ശബ്ദമുയർത്തി. നിനക്ക് ഇതുവരെ ഇല്ലാത്ത തലവേദന ഇപ്പോൾ എവിടെ നിന്ന് വന്നു? അത്രയ്ക്ക് വേദനയാണെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് അച്ചു പറയുന്നുണ്ടെങ്കിലും വേണ്ട അച്ചു, ഹോസ്പിറ്റലിലേക്കൊന്നും പോകണ്ട, ഞാനൊരു ഓട്ടോ പിടിച്ച് വീട്ടിലേക്ക് പോയിക്കൊള്ളാം, നീ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ എന്ന് പറഞ്ഞ് രുക്കു ഒഴിഞ്ഞു മാറുകയാണ്. ദേഷ്യം സഹിക്കാനാവാതെ അച്ചു ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്നും ഒറ്റ പോക്ക് പോയി. അതിനുശേഷം അച്ചു പോയയുടൻ രുക്കു നേരെ ചന്ദ്ര അയച്ചു തന്ന ലൊക്കേഷൻ ലക്ഷ്യമാക്കി നടന്നു. അവിടെ ചന്ദ്ര അവളെയും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. എന്താണ് ചേച്ചി ഇത്ര അത്യാവശ്യമായി വിളിച്ച കാര്യമെന്ന് രുക്കു ആകാംക്ഷയോടെ തിരക്കിയപ്പോൾ, അർച്ചനയെ അമ്പലത്തിൽ കൊണ്ടുപോകാത്തതിന്റെ ദേഷ്യം അച്ചുവിന് ഇപ്പോഴും നിന്റെ മേലെ ഉണ്ടല്ലേ എന്ന് ചന്ദ്ര ചോദിക്കുകയാണ്. അതിപ്പോഴുള്ള കാര്യമല്ലല്ലോ ചേച്ചി, എപ്പോഴും അവൻ അങ്ങനെ തന്നെയല്ലേ എന്ന് രുക്കുവും നിസ്സംഗതയോടെ പറഞ്ഞു. ഒന്ന് ചന്ദ്ര അറിയിക്കുകയാണ്, എനിക്ക് നിന്നോട് പ്രധാനപ്പെട്ട ഒരു കാര്യം ചോദിക്കാനുണ്ട്. അച്ചുവും നീയും തമ്മിൽ ഇപ്പോൾ എങ്ങനെയുള്ള ബന്ധമാണ്? അടയും ചക്കരയും പോലെയാണോ അതോ എപ്പോഴും തല്ലും വഴക്കുമാണോ എന്ന് ചന്ദ്ര കൗതുകത്തോടെ ചോദിച്ചപ്പോൾ, തട്ടിയും മുട്ടിയും അങ്ങനെ പോകുന്നു, അത്രയേ ഉള്ളൂ എന്ന് മറുപടി കൊടുത്തു. ആ സമയത്ത് ചന്ദ്ര പറയുകയാണ്, ഇത്തവണ നമ്മൾ ഒരാൾക്ക് നല്ലൊരു പണി കൊടുക്കണം, അത് വേറെ ആർക്കും അല്ല, ആ മുകുന്ദനാണ്. അവനാണല്ലോ അർച്ചനയുടെ അനിയന്മാരിൽ ഏറ്റവും കൂടുതൽ ശൗര്യം കാണിക്കുന്നത്. ഓർമ്മയില്ലേ നിന്റെ കവളിൽ അവൻ പണ്ട് തല്ലിയിട്ടുള്ള കാര്യം? അത് കേട്ട് രുക്കുവും പറയുന്നുണ്ട്, അത് ശരിയാണ് ചേച്ചി, അവനിട്ടൊരു പണി കൊടുക്കണമെന്ന് ഞാൻ കുറെ കാലമായിട്ട് ആഗ്രഹിക്കുന്നതാണ്. എന്നാലേ ഇതൊരു ബിഗ് പ്ലാനാണ്, ഇത് നടപ്പിലാക്കണമെങ്കിൽ നീ പൂർണ്ണമായിട്ടും എന്നോടൊപ്പം വേണം. കൂടാതെ ഈ സമയത്ത് അച്ചു ആ വീട്ടിൽ ഉണ്ടാകാനും പാടില്ല. ഞാനൊരു കാര്യം പറഞ്ഞു തരാം, നീ അതുപോലെ മാത്രം ചെയ്താൽ മതിയെന്ന് പറഞ്ഞ് ചന്ദ്ര ചില രഹസ്യങ്ങൾ രുക്കുവിന് കൈമാറുകയാണ്. ആ പ്ലാൻ എന്താണെന്ന് മറ്റാർക്കും മനസ്സിലാത്ത വിധം അതീവ രഹസ്യമായാണ് ചന്ദ്ര വിവരിച്ചത്. കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ രുക്കുവിന്റെ മുഖത്ത് വലിയ സന്തോഷം പ്രകടമായി. ഇത് നമ്മൾ രണ്ടുപേരും കൂടെ ഭംഗിയായി നടത്തിയെടുക്കും ചേച്ചി, കാരണം എനിക്ക് ആ മുകുന്ദനോട് അത്രമാത്രം കലിപ്പുണ്ടെന്ന് അവൾ പറയുന്നു. വിജയശങ്കറിന് ചെറിയൊരു സംശയം തോന്നി. അല്ല ചന്ദ്ര, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഇവൾക്ക് അച്ചു എന്ന് പറഞ്ഞാൽ ജീവനാണല്ലോ, അച്ചുവിന് സങ്കടം വരുന്ന എന്തെങ്കിലും കാര്യം ഇവള് ചെയ്യുമോന്ന് വിജയശങ്കർ ചോദിച്ചപ്പോൾ, അതൊക്കെ അവൾ ചെയ്യും വിജയശങ്കർ, കാരണം മുകുന്ദനോട് ഇവൾക്ക് തീർത്താൽ തീരാത്ത ദേഷ്യമുണ്ട്. നമ്മൾ ഈ ഐഡിയ മാത്രം കറക്റ്റായി വർക്കൗട്ട് ആക്കിയാൽ മതി, നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ കൈപ്പിടിയിലാകും. അപ്പോഴും വിജയശങ്കർ ചോദിക്കുകയാണ്, അതൊക്കെ ശരി തന്നെ, പക്ഷേ അവൾക്ക് ആ വീട്ടിലൊരു നിലനിൽപ്പിന്റെ പ്രശ്നമുണ്ട്. നമ്മളെ എല്ലാവരെയും അവഹേളിച്ചുകൊണ്ടാണ് രുക്കു അവനെ കല്യാണം കഴിച്ചത്. പക്ഷെ മറ്റൊരു കാര്യം, അവൾ അച്ചുവിനെ മതിയാക്കി അവിടെ നിന്ന് ഇറങ്ങി വന്നാൽ ആ ദിവസം തന്നെ ഞാൻ അവൾക്കായി ഒരു പുതിയ വീട് വെച്ച് നൽകും. എന്നാൽ അത് കേട്ട് ചന്ദ്രയ്ക്ക് അതിശയം തോന്നുകയാണ്. അതിന് മാത്രമുള്ള വലിയൊരു ഫണ്ട് ഇപ്പൊ നമ്മുടെ കൈവശം ഉണ്ടോ വിജയശങ്കർ? അതൊക്കെ ഞാൻ രഹസ്യമായി കരുതി വെച്ചിട്ടുണ്ടെന്ന് വിജയശങ്കർ പറയുന്നു. അതിനുശേഷം വിജയശങ്കർ നേരെ CI ഫോണിൽ വിളിച്ചു. ആ സമയത്തായിരുന്നു അച്ചു തന്റെ സസ്പെൻഷൻ കഴിഞ്ഞ് തിരികെ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നത്. വീണ്ടും ചാർജ് എടുക്കാനായി വരുന്ന അച്ചുവിനെ കണ്ട് പോലീസുകാർ ബഹുമാനത്തോടെ സല്യൂട്ട് അടിച്ചു നിന്നു. എന്നാൽ അവിടുത്തെ വനിതാ പോലീസിന് അച്ചുവിനെ ഫേസ് ചെയ്യാൻ ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നി. കാരണം ശില്പ പറഞ്ഞ കള്ളമൊഴി അനുസരിച്ച് കേസിൽ കൂടുതൽ വകുപ്പുകൾ ചേർത്തത് ഈ പോലീസുകാരിയായിരുന്നു. സോറി സാർ എന്ന് പറഞ്ഞ് അവർ തല താഴ്ത്തി അച്ചുവിന്റെ മുന്നിൽ നിന്നു. ഈ സമയം സിയുടെ ഫോണിലേക്ക് വിളിച്ച വിജയശങ്കർ തന്റെ പ്ലാൻ വ്യക്തമാക്കുകയായിരുന്നു. അച്ചുവിനെ കുറച്ചു സമയം സ്റ്റേഷനിൽ നിന്ന് ദൂരേക്ക് മാറ്റി നിർത്തണം. ഇത്തവണ നമ്മുടെ കെണിയിൽ വീഴാൻ പോകുന്നത് അവന്റെ ചേട്ടനാണ്. അവനെ കൈയോടെ അറസ്റ്റ് ചെയ്യണമെന്ന് വിജയശങ്കർ പറഞ്ഞപ്പോൾ, ഓക്കെ ഞാൻ നോക്കട്ടെ, പക്ഷെ അവൻ ഇന്ന് ചാർജ് എടുക്കാനായി വരികയല്ലേ, അതുകൊണ്ട് പെട്ടെന്ന് മാറ്റി നിർത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് CI തന്റെ അസൗകര്യം പറഞ്ഞെങ്കിലും അതൊന്നും എനിക്കറിയണ്ട, എങ്ങനെയെങ്കിലും അവനെ അവിടെ നിന്ന് മാറ്റിയേ മതിയാവുമെന്ന് വിജയശങ്കർ കടുപ്പിച്ച് തന്നെ പറയുകയാണ് കേട്ടോ. ശരി ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് CI കോള് കട്ട് ചെയ്യുന്നു.
അച്ചു അങ്ങനെ സി ഐയുടെ ക്യാബിനിലേക്ക് കയറി വന്നപ്പോൾ രാവിലെ ഗുഡ് മോർണിംഗ് ഒന്നും ഇല്ലേടാ അച്ചു എന്ന് സി ഐ ഗൗരവം നടിച്ച് ചോദിക്കുകയാണ്. ഗുഡ് മോർണിംഗ് മാഡം എന്ന് അച്ചു വിനയത്തോടെ പറയുന്നു. അല്ല അച്ചു, താൻ ഇപ്പോൾ തന്നെ വേഗം SP ഓഫീസിൽ പോയിട്ട് റിപ്പോർട്ട് ചെയ്തു. സി ഐ പെട്ടെന്ന് ഒരു ഓർഡർ അങ്ങനെ ഇടുമ്പോൾ ഞാൻ അവിടെ കോൾ ചെയ്ത് സംസാരിച്ചു മാഡം എന്ന് അച്ചു പറഞ്ഞെങ്കിലും താൻ കോൾ ചെയ്തൊക്കെ ശരി തന്നെ, പക്ഷേ നേരിട്ട് അവിടെ പോയി റിപ്പോർട്ട് ചെയ്തിട്ട് വന്ന് അവരവനെ നിർബന്ധിക്കുകയാണ്. അത് പിന്നെ മാഡം ഞാനിന്ന് ചാർജ് എടുക്കേണ്ടതല്ലേ എന്ന് അച്ചു പറയുമ്പോഴും എടോ താൻ വേഗം തന്നെ അങ്ങോട്ട് പോയിട്ട് വരാനല്ലേ ഞാൻ പറയുന്നത്. സി ഐ ശബ്ദമുയർത്തി. ഏതായാലും സി ഐയുടെ കർശനമായ നിർദ്ദേശമായതുകൊണ്ട് അച്ചുവിന് പോകാതിരിക്കാൻ തരമില്ലായിരുന്നു. അവൻ അവിടെ നിന്ന് ഇറങ്ങി. അതേസമയം വീട്ടിലാണെങ്കിൽ രാവിലെ ഫുഡ് കഴിക്കാനായി രമ്യ മുകുന്ദനെ സ്നേഹത്തോടെ വിളിക്കുകയായിരുന്നു. മുകുന്ദൻ വന്ന് ഡൈനിങ് ടേബിളിൽ ഇരിക്കുകയും ചെയ്തു. അല്ല, ബാക്കിയുള്ളവർ ആരും കഴിക്കുന്നില്ലേ രമ്യ എന്ന് മുകുന്ദൻ ചുറ്റും നോക്കി ചോദിച്ചപ്പോൾ ചിലർക്കൊക്കെ ആണെങ്കിൽ പുറത്ത് നിന്ന് ഓൺലൈനായിട്ട് ഫുഡ് മേടിച്ച് കഴിക്കണമല്ലോ, അവരൊക്കെ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ, നിങ്ങൾ വന്ന് കഴിക്കാൻ നോക്കുമെന്ന് രമ്യ മുകുന്ദനെ നിർബന്ധിക്കുന്നു. അപ്പോഴേക്കും രുക്കു ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്ത ഭക്ഷണപ്പൊതിയുമായിട്ട് ഗമയിൽ അങ്ങോട്ട് നടന്നു വരുന്നുണ്ടായിരുന്നു. ഇതിലെ അന്തരീക്ഷം വീണ്ടും മലിഞ്ഞു മുറുകാൻ തുടങ്ങി.